Hi friends, it's me Priya Hariprasad. Welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്സിസം. കാറൽ മാർക്സിൻ്റെ ഇക്കണോമിക് തോട്ടാണ് മാർക്സിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോഷ്യോ ഇക്കണോമിക് തോട്ട് അല്ലേ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ആൻഡ് PG ലെവൽ സ്റ്റുഡൻസിനും നെറ്റ് സെറ്റ് എല്ലാം ട്രൈ ചെയ്യുന്നവർക്കും UPSC ആസ്പിറൻസിനും എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയായിരിക്കും. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് മാർക്സിസം അല്ലേ? അപ്പോൾ നമുക്കറിയാം കാറൽ മാർക്സ് ഒരു ഐഡിയൽ കമ്മ്യൂണിസ്റ്റ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഫാദർ ഓഫ് കമ്മ്യൂണിസം എന്ന് നമുക്ക് പറയാൻ കഴിയും കാറൽ മാർക്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഫിലോസഫിയാണ് മാർക്സിസം എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ. അപ്പം പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഫിലോസഫി ഓഫ് കാറൽ മാർക്സ് ആൻഡ് ഐഡിയൽ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഫാദർ ഓഫ് കമ്മ്യൂണിസം, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് ഈസ് മാർക്സിസം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർക്സിസം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ആക്ച്വലി സൊസൈറ്റിയിൽ ഹാവ്സും ഹാവ് നോട്ട്സും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഹാവ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താ പറയുക, റൂളിംഗ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്ന് വെച്ചാൽ എല്ലാ പ്രോപ്പർട്ടിയൊക്കെ ഓൺ ചെയ്യുന്ന ഒരു ക്ലാസ്സും, അതേപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്സും, ഇതൊന്നും ഇല്ലാത്ത വർക്കിംഗ് ക്ലാസ്സും ഉണ്ട്. അപ്പം ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഈ വർക്കിംഗ് ക്ലാസ് അനുഭവിക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ, ഈ വിശ്വാസങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഫിലോസഫിയാണ് നമ്മൾ മാർക്സിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർക്സിസം ഈസ് എ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഫിലോസഫി ദാറ്റ് അഡ്വക്കേറ്റ്സ് ഫോർ എ ക്ലാസസ് സൊസൈറ്റി. ഇറ്റ് ഒറിജിനേറ്റഡ് വിത്ത് ദ വർക്ക് ഓഫ് കാറൽ മാർക്സ്, സോഷ്യലിസ്റ്റ് തിങ്കർ. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് തിങ്കറാണ് അല്ലേ. സൊസൈറ്റിയിൽ ഈ വർക്കേഴ്സും അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റുകളും ഈ ഓണേഴ്സും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാതെയാക്കുകയും വർക്കേഴ്സിന് വേണ്ടി ഒരുപാട് പോരാടി, വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടി ഒരുപാട് പോരാടി, ഒരുപാട് തോട്ട്സ് കൊണ്ടുവന്നിട്ടുള്ള ഒരു വണ്ടർഫുൾ ഒരു എന്താ പറയുക ഒരു റിയൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പേഴ്സണാണ് കാറൽ മാർക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിലീഫ്സ്, വിശ്വാസങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വിശ്വാസങ്ങളെല്ലാമാണ് നമ്മൾ മാർക്സിസത്തിനകത്ത് പഠിക്കുന്നത്. So it believes that capitalist society is based on inequalities between the ruling capitalist class and the working class. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്ത് നിലനിന്ന് പോകുന്നു എന്നാണ് മാർക്സിസത്തിനകത്ത് പറയുന്നത്. ഇനീക്വാളിറ്റീസ് ബിറ്റ്വീൻ ദ റൂളിംഗ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ആൻഡ് ദ വർക്കിംഗ് ക്ലാസ് അല്ലേ. റൂളിംഗ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സും വർക്കിംഗ് ക്ലാസ്സും തമ്മിൽ ഇനീക്വാളിറ്റീസ് ഉണ്ട് അല്ലേ. So in Marxist theory, society is viewed as a struggle between the haves and the have-nots. ശരിക്കും പറഞ്ഞാൽ മാർക്സിസ്റ്റ് തിയറിയിൽ പറയുന്നത് സൊസൈറ്റിയിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്, സ്ട്രഗിൾ ഉണ്ട് അല്ലേ. ആരൊക്കെ തമ്മിലുള്ള സ്ട്രഗിൾ, ഹാവ്സും ഹാവ് നോട്ട്സും തമ്മിലുള്ള സ്ട്രഗിൾ ഉണ്ട്. ഓക്കെ, സോ ഹാവ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ബൂർഷ്വാസീസ് അല്ലേ. ബൂർഷ്വാസി എന്നാ പറയുക എന്ന് വെച്ചാൽ ഹൂ ഓൺ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ പ്രോപ്പർട്ടീസ് എല്ലാം കൈവശം വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അധികാരത്തിലുള്ള അങ്ങനെ പ്രോപ്പർട്ടീസ്, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ പ്രോപ്പർട്ടിയും എല്ലാം അവരുടെ കൈവശം ഉണ്ട്. അവരെ ഹാവ്സ് എന്ന് പറയാം. ഹാവ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രോളിറ്ററേറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ അവർക്ക് വർക്ക് ചെയ്യുക, ജസ്റ്റ് ആ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് വേജ് മാത്രം ഏൺ ചെയ്യുക, അതാണ് പ്രോളിറ്ററേറ്റ്സ് എന്ന് പറയുക. ഓക്കെ, അപ്പം ഈ ഹാവ്സും ഹാവ് നോട്ട്സും തമ്മിലുള്ള ഒരു എന്താ പറയുക സ്ട്രഗിളാണ് ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിയിൽ കാണുന്നത്. അതാണ് മാർക്സിസ്റ്റ് തിയറിയിൽ എടുത്തു പറയുന്നത്. അപ്പോൾ സൊസൈറ്റി ഈസ് വ്യൂഡ് ആസ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്. ഹാവ്സ് പറഞ്ഞാൽ ബൂർഷ്വാസീസ് ആണ്. ഓക്കെ, അവർ ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്ത് അല്ലേ കൈവശം വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ആരുടെ ഉടമസ്ഥാവകാശത്തിലാണോ ഉള്ളത് അവരെല്ലാം. ഓക്കെ, ക്യാപിറ്റലിസ്റ്റുകൾ അത് തന്നെ, മുതലാളിമാർ അത് തന്നെ, റൂളിംഗ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് അവർ തന്നെ. ദെൻ ഹാവ് നോട്ട്സ് എന്ന് പറയുന്നത് ഹു വർക്ക് ഫോർ വേജസ് ബട്ട് ഓൺ നോ ക്യാപിറ്റൽ. ഒരു ക്യാപിറ്റലും അതുപോലെ തന്നെ ഒരു മീൻസ് ഓഫ് പ്രൊഡക്ഷനും ഒന്നും കൈവശം ഇല്ലാത്ത, ജസ്റ്റ് വർക്ക് ചെയ്യുക, വേജ് ഏൺ ചെയ്യുക, അത് മാത്രം അല്ലേ, വർക്ക് ചെയ്യുക, അതിന് തക്കതായ ഇത് വേജ് മാത്രം ഏൺ ചെയ്യുന്ന ക്ലാസ്, അതാണ് പ്രോളിറ്ററേറ്റ് എന്ന് പറയുക. അപ്പം ഹാവ്സും ഹാവ് നോട്ട്സും ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ സ്ട്രഗിൾ, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇനീക്വാളിറ്റി, സ്ട്രഗിൾ, ഇതെല്ലാമാണ് സൊസൈറ്റിയിൽ കാണുന്നത് എന്നാണ് ഏത് തിയറിയിൽ പറയുന്നത്, മാർക്സിസ്റ്റ് തിയറിയിൽ പറയുന്നത്. ശരിയല്ലേ. അപ്പം വിത്ത് ദ ലാറ്റർ എക്സ്പ്ലോയിറ്റഡ് ബൈ ദ ഫോമർ, നമ്മുടെ ലാറ്റർ ഏതാണ്, നമ്മുടെ ഹാവ് നോട്ട്സ് എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ആരിൽ നിന്നും, ഹാവ്സിൽ നിന്നും അല്ലേ. കറക്റ്റ് അല്ലേ. ഹാവ്സിൽ നിന്നും ഹാവ് നോട്ട്സിന് എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്.
സോ അപ്പോൾ ഈ മാർക്സിസത്തിൽ ഇത്രയും കാര്യമാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ, അല്ലാതെ കൂടുതൽ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, വർക്കേഴ്സും അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് റൂളേഴ്സും ഉണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അവരുടെ കൈവശമുണ്ട്, ഓണേഴ്സാണ്. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അവരുടെ കൈവശമുണ്ട്. പക്ഷേ ഈ ലേബേഴ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു മീൻസ് ഓഫ് പ്രൊഡക്ഷനോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനോ ക്യാപിറ്റലോ ഒന്നും അവരുടെ സ്വന്തമായിട്ടില്ല. അവർ ജസ്റ്റ് വർക്ക് ചെയ്യുന്നു, ഏൺ ചെയ്യുന്നു. പക്ഷേ ഇവർക്കിടയിൽ ഉള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഈ ബൂഷ്വാസീസ് ആരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്? ഇവരെ പ്രോളിറ്ററേറ്റ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് ക്ലാസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? സോ ആദ്യം ബൂഷ്വാസിയാണ് നമ്മൾ പഠിക്കുന്നത്. സ്പെല്ലിംഗ് ഒക്കെ നോക്കി വെച്ചോളണം. പല സ്റ്റുഡൻസിനും ഒരു സംശയം വരാറുണ്ട് അല്ലേ, സ്പെല്ലിംഗ് ഇത് ചോദിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ നോക്കി വെച്ചോണം, സ്പെല്ലിംഗ് കേട്ടോ. അപ്പോൾ ദിസ് ക്ലാസ് ഓൺസ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടറീസ്, ലാൻഡ്, ക്യാപിറ്റൽ അല്ലേ. ഫാക്ടറിയും ലാൻഡും ക്യാപിറ്റലും എല്ലാം ഓൺ ചെയ്തിരിക്കുന്നവരാണ് ഈ ബൂഷ്വാസീസ് എന്ന് പറയുന്നത്. അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ആരെ വെച്ചിട്ടാണ്? ഈ പ്രോളിറ്ററേറ്റ്സിനെ വെച്ചിട്ടാണ് എന്നാണ് മാർക്സ് അഭിപ്രായപ്പെടുന്നത്. ശരിയല്ലേ? പ്രോളിറ്ററേറ്റ്സ് ലേബേഴ്സിനെ വെച്ച് ജോലി ചെയ്യുന്നു, എന്നിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. പ്രോഫിറ്റ് ഏൺ ചെയ്യാന്നുള്ള കാരണം ഇവർക്ക് ഫാക്ടറീസും ലാൻഡും ക്യാപിറ്റലും എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ എക്സ്പ്ലോയിറ്റേഷൻ നേരിടുന്നത് പ്രോളിറ്ററേറ്റ്സ് ആണ്, അതായത് നമ്മുടെ വർക്കിംഗ് ക്ലാസ് ആണ്. ഓക്കെ. അപ്പോൾ പ്രോളിറ്ററേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ക്ലാസ് കൺസിസ്റ്റ് ഓഫ് വർക്കേഴ്സ് ഹു ഡു നോട്ട് ഓൺ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മസ്റ്റ് സെൽ ദെയർ ലേബർ പവർ ടു സർവൈവ്. അതായത് ഈ വർക്കേഴ്സ് അടങ്ങുന്ന ക്ലാസ്സാണ് ഈ പ്രോളിറ്ററേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം അവർ ലേബേഴ്സിനെ അവർ തന്നെ സ്വയം ലേബേഴ്സിനെ സെല്ല് ചെയ്യേണ്ടി വരികയാണ് സർവൈവ് ചെയ്യാൻ, ഇൻ ഓർഡർ ടു സർവൈവ്, അതിജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ല, ഉപജീവന മാർഗം എന്നോണം അവരുടെ ലേബറിനെ അവർ സെല്ല് ചെയ്യാൻ തയ്യാറാവണം. ശരിയല്ലേ? പ്രോളിറ്ററേറ്റ്സ്. പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ. മാർക്സ് ആർഗ്യൂഡ് ദാറ്റ് ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ഇൻഹറൻ്റ്ലി ലീഡ്സ് ടു ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ പ്രോളിറ്ററേറ്റ് where they are paid less than the value they create and the surplus value goes to the bourgeoisie അല്ലേ. ഇവിടെ നടക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ എന്താണ്? ഈ വർക്കേഴ്സിനെ വെച്ച് വർക്ക് ചെയ്യുന്നു, അതിന് തക്കതായിട്ടുള്ള വേജ് റെമ്യൂണറേഷൻ കൊടുക്കുന്നില്ല. അവരുടെ ശരിക്കും അവരെന്ത് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു അതിന് തക്കതായിട്ടുള്ള റെമ്യൂണറേഷൻ ഒന്നും കൊടുക്കാതെ അതിൻ്റെ സർപ്ലസ്, മിച്ചം, അല്ലെങ്കിൽ പ്രോഫിറ്റ്, അത് മുഴുവൻ ആര് ഏൺ ചെയ്യുന്നു? ബൂർഷ്വാസീസ് ഏൺ ചെയ്യുന്നു അല്ലേ. ആ സർപ്ലസ് വാല്യൂ ഗോസ് ടു ദ ബൂർഷ്വാസി. ഇതാണ് അവിടെ നടക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ ഈ ബൂർഷ്വാസീസിന് ഫാക്ടറീസും ലാൻഡും ക്യാപിറ്റലും ഉണ്ട് എന്നൊരു കാരണം കൊണ്ട് മാത്രം ഈ ലേബേഴ്സ് അതുപോലെ അവർക്ക് ഉപജീവന മാർഗത്തിന് ജോലി ചെയ്തേ മതിയാകൂ എന്നുള്ള ആ ഒരു കാരണം കൊണ്ടും നിർബന്ധിതരാകുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇവർ പ്രോളിറ്ററേറ്റ്സിനെ വെച്ച് ജോലി ചെയ്യിപ്പിച്ച്, പക്ഷേ അവർ ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂവിനേക്കാളും കുറവാണ് ക്യാപിറ്റലിസ്റ്റുകൾ കൊടുക്കുന്നത് അല്ലേ, ബൂർഷ്വാസീസ് കൊടുക്കുന്നത് പ്രോളിറ്ററേറ്റ്സിന് അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിന് കൊടുക്കുന്നത്. അവർ വേർ ദേ ആർ പെയ്ഡ് ലെസ് ദാൻ ദ വാല്യൂ ദേ ക്രിയേറ്റ് അല്ലേ, അവർ ക്രിയേറ്റ് ചെയ്ത വാല്യൂവിനേക്കാളും കുറവാണ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ആൻഡ് ദ സർപ്ലസ് വാല്യൂ ഗോസ് ടു ദ ബൂർഷ്വാസി. അപ്പോൾ സർപ്ലസ് വാല്യൂ ആർക്കാണ് പോകുന്നത്? ബൂർഷ്വാസീസ്. അപ്പോൾ അങ്ങനെ അവർ പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കുകയാണ്. ഓക്കെ, ഇത്രയും കാര്യം. പിന്നെ അവിടെ ക്ലാസ് സ്ട്രഗിൾ വരെയാണ്. അപ്പോൾ ദിസ് എക്സ്പ്ലോയിറ്റേഷൻ ഫ്യൂൽസ് എ കോൺസ്റ്റന്റ് ക്ലാസ് സ്ട്രഗിൾ വെയർ ദ പ്രോളിറ്ററേറ്റ് വിൽ ഇവൻച്വലി ഓവർത്രോ ദ ബൂർഷ്വാസി ആൻഡ് എസ്റ്റാബ്ലിഷ് എ സോഷ്യലിസ്റ്റ് ഓർ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി. അവിടെ ക്ലാസ് സ്ട്രഗിൾ വരുന്നത് എത്ര കാലം എന്ന് വെച്ചാൽ ഇതേപോലെ വർക്കിംഗ് ക്ലാസ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ വർക്കിംഗ് ക്ലാസ് എന്ത് ചെയ്യുകയാണ്? പതുക്കെ അവർ ഈ ഇവർ ജസ്റ്റ് എതിർക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് ആർ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി കൊണ്ടുവരികയാണ് അല്ലേ. അവർ ജോലി ചെയ്താൽ അവർക്ക് കറക്റ്റായിട്ടുള്ള ഏർണിങ്സ് ഉണ്ടാവണം അല്ലേ. ആ ഒരു രീതിയിൽ വർക്കിംഗ് ക്ലാസ്സിനെയും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് തുടങ്ങി അല്ലേ. അപ്പം ഈ എക്സ്പ്ലോയിറ്റേഷൻ കൂടി വന്നതോടുകൂടി തന്നെ ശരിക്കും അത് എന്താ പറയുക, ഇവർ മുന്നോട്ട് വന്ന് വർക്കേഴ്സ് തന്നെ മുന്നോട്ട് വന്ന് പ്രോളിറ്ററേറ്റ്സ് തന്നെ മുന്നോട്ട് വന്ന് ഒരു സോഷ്യലിസ്റ്റ് ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മാർക്സിസത്തിൻ്റെ ഗോൾ എന്താണ്? ടു ക്രിയേറ്റ് എ ക്ലാസസ് സൊസൈറ്റി വെയർ എവ്രി വൺ ഈസ് ഈക്വൽ ആൻഡ് ഓൺസ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കളക്റ്റീവ്ലി എൻഡിങ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ക്ലാസ് സ്ട്രഗിൾ. നോക്കൂ, അദ്ദേഹത്തിൻ്റെ വളരെ ശുദ്ധമായ ഒരു ചിന്താഗതി അല്ലേ. ടു ക്രിയേറ്റ് എ ക്ലാസസ് സൊസൈറ്റി വെയർ എവ്രി വൺ ഈസ് ഈക്വൽ. ഓക്കെ, എല്ലാവരും ഈക്വൽ ആയിരിക്കണം അല്ലേ, എല്ലാവരും തുല്യരായിരിക്കണം. ആൻഡ് ഓൺസ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കളക്റ്റീവ്ലി. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതുപോലെ തന്നെ ഫാക്ടറീസോ ലാൻഡോ വാട്ട് എവർ ഇറ്റ് ഈസ്, ക്യാപിറ്റൽ എന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം കളക്റ്റീവ്ലി ഓൺ ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ എല്ലാവർക്കും അതിൽ അവകാശം ഉണ്ടാവണം, എല്ലാവർക്കും ഓണർഷിപ്പ് ഉണ്ടാവണം. കറക്റ്റ് അല്ലേ? ദെൻ എൻഡിങ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ക്ലാസ് സ്ട്രഗിൾ. എൻഡിങ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ്
ക്ലാസ് സ്ട്രഗിൾ. എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവാൻ പാടില്ല. ആ എക്സ്പ്ലോയിറ്റേഷൻ കാരണമല്ലേ ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാവുന്നത്, ഈ വർക്കേഴ്സ് വീണ്ടും അങ്ങനെ. അപ്പോൾ അതൊന്നും ഉണ്ടാവാതെ എക്സ്പ്ലോയിറ്റേഷനും ക്ലാസ് സ്ട്രഗിളും എല്ലാം എൻഡ് ചെയ്യണം അല്ലേ. ഇതാണ് മാർക്സിസത്തിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈക്വൽ, എവ്രി വൺ ഈസ് ഈക്വൽ. അതേപോലെ തന്നെ എല്ലാവർക്കും കളക്റ്റീവ്ലി ആയിരിക്കണം മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എന്തൊക്കെ ഉണ്ടോ, എന്തെല്ലാം പ്രോപ്പർട്ടി ഉണ്ടോ, അല്ലെങ്കിൽ ക്യാപിറ്റലാണോ, അല്ലെങ്കിൽ ലാൻഡ് ആണോ, അല്ലെങ്കിൽ ഫാക്ടറീസ് ആണോ, ഓക്കെ, എന്ത് റിസോഴ്സസ് എന്താണെങ്കിലും എല്ലാവരും കളക്റ്റീവ്ലി എല്ലാവർക്കും ഒരേപോലെ അവകാശമുള്ളത് ആയിരിക്കണം. സോ എൻഡിങ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ക്ലാസ് സ്ട്രഗിൾ. കറക്റ്റ് അല്ലേ? ഇതാണ് മാർക്സിസത്തിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ കാർൽ മാർക്സ് എന്ന് പറയുന്ന ഒരു ഐഡിയൽ കമ്മ്യൂണിസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഒരു നമുക്ക് പറയാം ഫാദർ ഓഫ് കമ്മ്യൂണിസം എന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ട്സ് അതാണ് മാർക്സിസത്തിൽ നമ്മൾ പഠിക്കുന്നത്. പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഫിലോസഫിയാണ്. ഓക്കെ, അപ്പം അതിൽ പറയണത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഒരുപാട് ഇനീക്വാളിറ്റീസ് ഉണ്ട്. കറക്റ്റ് അല്ലേ? ഈ റൂളിങ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സും വർക്കേഴ്സും തമ്മിൽ ഹാവ്സും ഹാവ് നോട്ട്സും അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഹാവ്സ് എന്ന് പറഞ്ഞാൽ ബൂർഷ്വാസീസും ഹാവ് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോളിറ്ററേറ്റ്സ് എന്ന് വെച്ചാൽ വർക്കിംഗ് ക്ലാസ്. അപ്പം ഇവർ വർക്കിംഗ് ക്ലാസ് വർക്ക് ചെയ്യുന്നു ബൂർഷ്വാസീസിന് വേണ്ടിയിട്ട്, പക്ഷേ ക്യാപിറ്റലിസ്റ്റ് റൂളിംഗ് ക്ലാസ് ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷേ അതിന് തക്കതായ അവർ ക്രിയേറ്റ് ചെയ്ത വാല്യൂവിനനുസരിച്ചിട്ടുള്ള പേയ്മെൻറ്റ് അവർക്ക് കിട്ടണില്ല, വേജ് കിട്ടണില്ല. പക്ഷേ ഈ സർപ്ലസ് ഫുള്ളും ആർക്ക് പ്രോഫിറ്റായിട്ട് പോകുന്നു? ബൂർഷ്വാസീസിന് പോകുന്നു. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പം അവിടെ എക്സ്പ്ലോയിറ്റേഷൻ അവർ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഒരു സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിലേക്ക് വഴിതെളിയിച്ചു എന്നാണ് പറയുന്നത്. മാർക്സിസത്തിൻ്റെ ഗോൾ തന്നെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വിഷ് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കണം? എല്ലാവരും ഈക്വൽ ആവുക, എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, എല്ലാ പ്രോപ്പർട്ടി, ക്യാപിറ്റൽ, എന്തെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് എന്തായാലും അത് കളക്റ്റീവ്ലി എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശം ഉണ്ടാവുന്നതായിരിക്കണം. അതേപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷനും ക്ലാസ് സ്ട്രഗിളും ഇല്ലാതിരിക്കണം. ഇത്രയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ എന്താണ് മാർക്സിസം എന്ന് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ട് ക്ലാസ് ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. യുവർ സപ്പോർട്ട് ഈസ് മൈ സ്ട്രെങ്ത്. ഇതേപോലെ വീണ്ടും വേറൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു, താങ്ക്സ് അ ലോട്ട്, ടേക്ക് കെയർ, ബൈ.